ഇമ്രാൻ ഇത്ര ദാനശീലനാണെങ്കിൽ ആദ്യം മസൂദ് അസറിനെ വിട്ടുതരൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. പറയുന്നത് മറ്റാരുമല്ല, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. സുഷമ ഇമ്രാനെ പൊളിച്ചടിക്കുകയാണ് ഇത്തവണ രംഗത്തെത്തിയിരിക്കുന്നത്. ബലാക്കോട്ടിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയതിനെ അപലപിച്ച് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് രംഗത്തെത്തി. മോദി സർക്കാരിന്റെ വിദേശ നയങ്ങൾ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു സുഷമ സ്വരാജ്. ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയെ എന്തിന് ആക്രമിക്കണം? ജെയ്ഷെ മുഹമ്മദിനെ സ്വന്തം മണ്ണിൽ വെച്ച് പൊറിപ്പിക്കുക മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത്, പകരം അവർക്ക് ഫണ്ട് കൂടി നൽകുകയാണ്. എന്നിട്ട് അവരുടെ ഇരയാകുന്ന രാജ്യം തിരിച്ചടിക്കുമ്പോൾ നിങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വേണ്ടി വീണ്ടും ആക്രമണം നടത്തുന്നു. ഇമ്രാൻഖാൻ ഇതിനു മാത്രം ഉദാരവാനും രാജ്യതന്ത്രജ്ഞനുമാണെങ്കിൽ ആദ്യം മസൂദ് അസറിനെ വിട്ടുതരൂ, സുഷമ സ്വരാജ് പറഞ്ഞു. പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ സൂചിപ്പിച്ചപ്പോൾ പാകിസ്ഥാന് ആദ്യം അവരുടെ മണ്ണിൽ തീവ്രവാദത്തിനെതിരെ നടപടിയെടുക്കട്ടെ എന്നായിരുന്നു സുഷമയുടെ മറുപടി. ഉഭയകക്ഷി ബന്ധത്തെ വീണ്ടും വീണ്ടും താറുമാറാക്കുന്ന ISIയെയും അതിന്റെ സൈന്യത്തെയും പാകിസ്ഥാൻ നിയന്ത്രിക്കേണ്ടതുണ്ട്. ചർച്ചയും തീവ്രവാദവും ഒരുമിച്ച് കൊണ്ടുപോകാനാകില്ലെന്നും സുഷമ സ്വരാജ് അടിവരയിട്ട് പറയുന്നു. തീവ്രവാദത്തെക്കുറിച്ച് ഇനിയും ചർച്ചകൾ ആവശ്യമില്ല, ഞങ്ങൾക്ക് നടപടിയാണ് ആവശ്യം. ചർച്ചയും തീവ്രവാദവും ഒരുമിച്ച് കൊണ്ടുപോകാനാകില്ല. ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ കൂട്ടായ്മയായ OICയിലേക്കുള്ള ക്ഷണത്തെക്കുറിച്ചും സുഷമ സ്വരാജ് പറയുന്നു. 1969 OICയുടെ സമ്മേളനത്തിലെത്തിയിട്ടും പാകിസ്ഥാന്റെ എതിർപ്പിനെ തുടർന്ന് ഇന്ത്യക്ക് പങ്കെടുക്കാനായിരുന്നില്ല. അവസരം നിഷേധിക്കപ്പെട്ട ഇന്ത്യ അവിടെ അപമാനിക്കപ്പെട്ടു. എന്നാൽ 50 വർഷത്തിന് ശേഷം ഇന്ത്യ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. അവിടെ പാകിസ്ഥാന്റെ കസേര ഒഴിഞ്ഞുകിടന്നു, സുഷമ സ്വരാജ് പറയുന്നു. രാജ്യ താല്പര്യം, വസുദൈവ കുടുംബം എന്ന 2 സിദ്ധാന്തങ്ങളിലൂന്നിയാണ് വിദേശ പര്യടനം നടത്തുന്നത്. ഇത്രയധികം യാത്രകൾ ചെയ്യുന്നത് എന്തിനാണെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. വെറുമൊരു രസത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ഇത്രയും യാത്ര ചെയ്യുന്നത്, മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മറ്റു രാജ്യങ്ങളുമായുള്ള മെച്ചപ്പെട്ട ബന്ധങ്ങൾ കാരണമാണ് യമനിൽ നിന്ന് 7000 പേരെ രക്ഷിച്ചെടുക്കാനായത്, സുഷമ സ്വരാജ് പറഞ്ഞു. എന്തായാലും പാകിസ്ഥാനോടുള്ള ഒരു ചോദ്യം, പാകിസ്ഥാൻ സേനയും സാധാരണ ജനങ്ങളെയും ഇന്ത്യക്കാരും ഇന്ത്യൻ സേനയും തൊട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് തീവ്രവാദികൾക്ക് വേണ്ടി നിങ്ങൾ അതിർത്തിയിൽ കാക്കുന്ന ഈ ജവാന്മാരെയും ഇന്ത്യയെ ശത്രു രാജ്യമായി കാണുന്നത്? ഇനിയെങ്കിലും തീവ്രവാദത്തെയും തീവ്രവാദ ഗ്രൂപ്പുകളെയും ഉന്മൂലനം ചെയ്യുന്ന നടപടി സ്വീകരിച്ചുകൂടെ? എന്തിനാണ് ഇന്ത്യയെ ശത്രു രാജ്യമായി കാണുന്നത്? ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്ക് സമ്മതം നൽകാത്തത് കൊണ്ടാണോ? അങ്ങനെ ഒരു 100,000 ചോദ്യങ്ങളുണ്ട് പാകിസ്ഥാനോട് ഇന്ത്യക്ക് ചോദിക്കാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.